ഹലോ നമസ്കാരം. ക്രിസ്മസ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിലൂടെ നമുക്കിന്ന് 2 തരത്തിൽ ക്രിസ്മസ് ബെൽസ് ഉണ്ടാക്കാം. ആദ്യത്തെ ഐഡിയ നോക്കാം. ഇതിനായിട്ട് ഞാൻ ഗോൾഡൻ കളറിലുള്ള ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഇതിൽ നിന്ന് ഞാനൊരു ചെറിയ സർക്കിൾ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ കൈയിൻ്റെ അത്ര വലുപ്പം പോലും ഇല്ല, അത്രയ്ക്കും ചെറുതാണ് എടുത്തിട്ടുള്ളത്. ഇനി കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം സെൻറ്ററിലൂടെ ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ കട്ട് ചെയ്തെടുക്കാം. ആദ്യത്തെ പീസ് എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു സെമി സർക്കിളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ ഒരു കോൺ ഷേപ്പ് ആക്കിയിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഒട്ടിക്കാം. അങ്ങനെ ഞാൻ 2 എണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ബോർഡർ കൊടുക്കാനായിട്ട് ഞാനൊരു പീസ് ഗ്രീൻ കളറിലുള്ള ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ബോർഡറിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് ബെല്ലായിട്ട് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഞാൻ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്, റെഡ് കളറിലുള്ള ബീഡ്സ്. ഇനി ഒരു സൂചി നൂലും വേണം. എന്നിട്ട് ഈ ബീഡ്സ് ഒരെണ്ണം ഇതിലേക്ക് കോർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കോൺ ഷേപ്പിൽ മടക്കി വെച്ചിട്ടുള്ളതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് കോർത്ത് കൊടുക്കാം. എന്നിട്ട് എത്ര ലെങ്ത് ആണോ വേണ്ടത് അവിടെ വെച്ചിട്ട് കെട്ടിട്ട് കൊടുക്കാം. രണ്ടെണ്ണവും ഒരുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പഴയൊരു വള എടുത്തിട്ടുണ്ട്. ഈ ബാലൻസ് വന്നിട്ടുള്ള നൂല് ഈ വളയിലേക്ക് കെട്ടിക്കൊടുക്കാം. ഒരു റിങ്ങിൻ്റെ മുകളിൽ ബെൽസ് ഉള്ളത് പോലെയാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. 2 ലീവ്സ് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്രീൻ കളർ ഫോം ഷീറ്റിൽ. ഇനി ഇത് രണ്ടും മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. റെഡ് കളറിൽ ഒരു ചെറിയ പീസ് സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. നമുക്ക് ബോ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ആദ്യം തന്നെ ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. മുകളിലുള്ള ഭാഗം സെൻറ്ററിലേക്കാക്കി പിടിക്കാം. എന്നിട്ട് അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബെൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ഈ ഒരു സിമ്പിൾ ഐഡിയ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബെല്ലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഗ്ലിറ്റർ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സെപ്പറേറ്റ് തിളക്കമുണ്ട്. പിന്നെ ആ ഒരു കളർ കോമ്പിനേഷനും അടിപൊളിയായിട്ടുണ്ട്, ഗ്രീനും ഗോൾഡനും റെഡും കൂടി. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആദ്യത്തെ ഐഡിയ കണ്ടല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ഐഡിയയിലേക്ക് പോവാം. ഇത് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബോട്ടിലിൻ്റെ നെക്ക് പോർഷൻ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ബോട്ടിലിൻ്റെതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റെഡ് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇതൊന്ന് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പെയിൻറ്റ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഞാൻ പിന്നെ എനിക്ക് റെഡ് കളറിലുള്ള ബെൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് കളറിലുള്ള ബോട്ടിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ലേസൊക്കെ ഒട്ടിച്ചാലും മതി. ഇങ്ങനെ പെയിൻറ്റ് ചെയ്യണമെന്നില്ല. ഇനിയിപ്പോൾ ഗ്രീൻ ആണെങ്കിൽ അങ്ങനെ ഗ്രീൻ തന്നെ എടുത്താലും മതി. പെയിൻറ്റ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. 2 എണ്ണത്തിലും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ബോർഡർ കൊടുക്കാനായിട്ട് ഞാൻ സിൽവർ കളറിലുള്ള ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ കുറച്ച് ചെറിയ പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇതിങ്ങനെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒട്ടിച്ചപ്പോൾ നന്നായിട്ടുണ്ട് ആ ഒരു റെഡും സിൽവറും കോമ്പിനേഷൻ. ഇനി ഈ ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലൊരു കുഞ്ഞു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിലായിട്ട്.
ഇതിൻ്റെ സെൻറ്ററിൽ തൂക്കാനായിട്ട് ഞാൻ 3 ബീഡ്സ് എടുക്കുന്നുണ്ട്. പിന്നെ സൂചി നൂലും വേണം. എന്നിട്ട് ഈ ക്യാപ്പിൻ്റെ സെൻറ്ററിലൂടെ ഇതൊന്ന് കോർത്ത് കൊടുക്കാം. ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുകളിൽ കെട്ടിക്കൊടുത്താൽ മതി. രണ്ടെണ്ണം ഒരുമിച്ച് തന്നെയാണ് കെട്ടിക്കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്ന് ലീവ്സ് വരച്ചിട്ടുണ്ട്. എന്നിട്ട് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. സെൻറ്ററിൽ ഒരു വൈറ്റ് ബോ കൂടി കെട്ടിക്കൊടുത്തിട്ടുണ്ട്, വൈറ്റ് സാറ്റിൻ റിബൺ വെച്ചിട്ട്. ഈ ഒരു നൂലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റുന്നതാണ്. ഇതിലും നമ്മൾ 3 കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്, റെഡും സിൽവറും പിന്നെ ഗ്രീനും. അപ്പോൾ മറ്റേതിലും 3 കളർ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും രണ്ടും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബെല്ലിൻ്റെ ഐഡിയയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ 2 ഐഡിയാസും വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരുടെയും വീട്ടിൽ കാണും ഇതേപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ. അപ്പോൾ രണ്ടാമത്തെ ഐഡിയ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. പെയിൻറ്റും ഈ ഫോം ഷീറ്റും ഒന്നും വേണമെന്നില്ല, സാധാ കളർ പേപ്പർ ആയാലും മതി. അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഈ 2 ഐഡിയാസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരുപാട് ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മിസ്സാക്കാതെ കാണണമെങ്കിൽ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ക്രാഫ്റ്റ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക.